ഇപ്പോൾ ശരിയും തെറ്റും എന്താണെങ്കിലും ഇപ്പോഴത്തെ വലിയ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത് പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. പിണറായി വിജയൻ്റെ ഏകാധിപത്യമാണ് ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭയിൽ വന്നത്. അതിനെ CPIക്ക് 4 മന്ത്രിമാരുണ്ടായിരുന്നെങ്കിലും അതൊന്നും കൗണ്ടർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പിണറായിക്ക് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന മന്ത്രിമാരായിരുന്നു CPIയുടേതെന്ന് വലിയ വിമർശനമുണ്ട്. നിങ്ങളിതെല്ലാം പറയുമ്പോഴും ഞാനിപ്പോൾ എണ്ണി തന്നെ പറഞ്ഞു, ഈ 2 കാര്യങ്ങൾ PMC, MP സ്ഥാനം, ബ്രൂവറി, ADGP അജിത് ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ആ ചുമതലയിലുണ്ടോ? ഉണ്ടോ? അല്ല, ഒന്ന് പറ. ADGP അജിത് കുമാർ ഇല്ല. ഇല്ലല്ലോ. ഇല്ല. മാറിയോ? അതെങ്ങനെയാ മാറിയത്? മന്ത്രം ജപിച്ചു ആരെങ്കിലും? അല്ല, മന്ത്രം ജപിച്ചു ആരെങ്കിലും? അല്ല, CPIയുടെ ശക്തമായ നിലപാട്. അതെന്താ രാജേഷ്? ഞാൻ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളെപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഞാൻ പറയട്ടെ, രാജേഷിനെ പോലെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും എന്നെപ്പോലെ ഇന്റർവ്യൂയി പ്രതീക്ഷിക്കുന്നത് അത് ഒബ്ജക്റ്റീവ് ആണ്. അല്ലല്ല, അത് പക്ഷേ ആശാ വർക്കർമാരുടെ ഒരു സമരമായിട്ട് നോക്കുമ്പോൾ MR അജിത്കുമാർ ഞാൻ പറഞ്ഞല്ലോ, ആശാ വർക്കർമാരുടെ സമരത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ ശക്തമായിട്ട് ഞാൻ തുറന്നു പറഞ്ഞു, ഓപ്പണായി പറഞ്ഞു, കേൾക്കരുതെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ CPI ഒന്നും ചെയ്തിട്ടില്ല, മുട്ടുകുത്തിയിട്ടേ ഉള്ളൂ. അല്ല, മുട്ടുകുത്തിയിട്ടില്ല. CPI നിലപാടുകൾ ഈ മുന്നണിക്കകത്ത് ഒന്നിലേറെ പ്രാവശ്യം എണ്ണി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളതൊന്നും കേൾക്കാൻ കൂട്ടാ.